നമസ്കാരം. ഈ കഴിഞ്ഞ വിഷുവിന് ചേർത്തലയിലുള്ള ഒരു മന്തി ഹോട്ടൽ, ആ ഹോട്ടൽ ഉണ്ണിക്കണ്ണൻ മന്തി വാരി കഴിക്കാൻ തുടങ്ങുന്ന ഒരു ചിത്രം അവരുടെ സമൂഹ മാധ്യമത്തിൽ വിഷു ആശംസകളോടുകൂടി പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനിടയാക്കി. ഹൈന്ദവ സംഘടനകൾ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തി. ഈ ഹോട്ടലിൻ്റെ ഉടമ പിന്നീട് സമൂഹ മാധ്യമത്തിലൂടെ തന്നെ ഖേദം പ്രകടിപ്പിച്ചു. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് 1 വർഷം തടവ് കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞൊരു കാര്യം, ഇത് ഒരുപക്ഷെ അറിയാതെ സംഭവിച്ച പിഴവായിരിക്കാം, അറിഞ്ഞുകൊണ്ട് സംഭവിച്ച ഒരു പിഴവായിരിക്കാം. രണ്ടായാലും ഈ ഒരു വിഷയത്തെ ഇനി നമ്മൾ ആളിക്കത്തിക്കേണ്ട കാര്യമില്ല. ഒരു വിശ്വാസത്തെ, ഒരു വിശ്വാസ സമൂഹത്തെ ഒന്നാകെയാണ് അത് വേദനിപ്പിച്ചത്. ഇത് മറ്റേതെങ്കിലും, അതായത് ഈ പറയുന്ന ഈ ചിത്രം പോസ്റ്റ് ചെയ്ത മതവിഭാഗക്കാരൻ്റെ മതത്തെക്കുറിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് പോലീസ് ഉൾപ്പെടെ ഇത് സമൂഹ മാധ്യമത്തിൽ ഇതുമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ പോലീസ് ഒരു മുന്നറിയിപ്പ് നൽകി. ഇതിനെക്കുറിച്ചുള്ള മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊന്നും സമൂഹ മാധ്യമത്തിലൂടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷവും ഇത്തരമൊരു സംഭവം ആവർത്തിച്ചു എന്നുള്ളതാണ് ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം. ഈ സംഭവം നടക്കുന്നത് മലപ്പുറം അങ്ങാടിപ്പുറത്താണ്. അവിടെയുള്ള യമാമ ഷവായ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഈ വിഷുദിനത്തിൽ തന്നെ ഒരു ഉണ്ണിക്കണ്ണൻ ഷവായ എടുത്ത് കഴിക്കാൻ പോകുന്ന ഒരു ചിത്രം അവർ ആശംസാ കാർഡായി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. അത് വളരെ വ്യാപകമായ പ്രതിഷേധമുയർന്നതോടുകൂടി ആ ചിത്രം അവർ പിൻവലിച്ചു. ഹൈന്ദവ സംഘടനകൾ മാർച്ച് നടത്തി. പോലീസിൽ പരാതിയെത്തി. പോലീസ് ഈ പറഞ്ഞതുപോലെ പേരിന് വേണ്ടി ഇതിൻ്റെ ഉടമകളായ 3 പേരെ അറസ്റ്റ് ചെയ്ത് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അവരുടെ കയ്യിൽ നിന്ന് 2 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും പിടിച്ചെടുത്തു എന്നാണ് അറിയുന്നത്. മുസ്തഫ, ഷാഹുൽ ഹമീദ്, മുഹമ്മദ് ഷാഹിദ് എന്നീ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. ചേർത്തലത്തെ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ആ സംഭവം അങ്ങനെ കത്തി നിൽക്കുമ്പോഴും അതിൻ്റെ ഗൗരവം മനസ്സിലായപ്പോഴും പിന്നീട് മറ്റൊരു റെസ്റ്റോറൻറ്റ് കൂടി ഇത്തരത്തിലുള്ള ഒരു പിഴവ് ആവർത്തിക്കുമ്പോൾ അത് യാദൃച്ഛികമാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഹോട്ടലിന് നല്ലൊരു പരസ്യം കിട്ടുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ. ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യും. ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ, അച്ചടി മാധ്യമങ്ങളും ഒക്കെ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യും. ഈ ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും ഒക്കെ പേരുകൾ അവർ ചർച്ച ചെയ്യും. അതോടുകൂടി സമൂഹത്തിൽ ഇത് വലിയ രീതിയിൽ ഈ പേരുകൾ ചർച്ചയാകും. അതുവഴി കടന്നു പോകുന്നവരും പ്രദേശത്തുള്ളവരുമൊക്കെ ഇനി എന്തായാലും വിവാദമായി ഈ ഹോട്ടലൊന്ന് കണ്ടു കളയാം, അവിടുത്തെ ഭക്ഷണം കഴിക്കാമെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രചാരണത്തിന് വേണ്ടിയാണോ ഇങ്ങനെ മനഃപൂർവ്വം വിവാദമുണ്ടാക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം ഇതുപോലുള്ള ഒരു ചിത്രം ഉണ്ടാക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ മറ്റ് മതവിഭാഗക്കാർക്ക്, ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവർക്കും ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവർക്കുമൊക്കെ ഇവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അവരാരും ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല. മറ്റു മതവിഭാഗങ്ങളെക്കുറിച്ചും അവർ ഇത്തരത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നു മാത്രം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീർത്തും ഗൗരവകരമായി തന്നെ കാണേണ്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് ഒരു റെസ്റ്റോറൻറ്റ് നടത്തിയ തുഷാര അജിത് ദമ്പതികൾ അവർ അവരുടെ റെസ്റ്റോറൻറ്റിന് മുന്നിൽ നോ ഹലാൽ എന്നൊരു ബോർഡ് വെച്ചതാണ് ഇവർക്ക് വലിയ ആക്ഷേപമായി പോയത്. അത് വലിയ രീതിയിൽ ന്യൂനപക്ഷത്തിൻ്റെ മതവികാരം വ്രണപ്പെട്ടു. തുഷാരയും അജിത്തും മാസങ്ങളോളം ഒളിവിലായിരുന്നു. പിന്നീട് 2 മാസത്തോളം അവർ ജയിലിലായിരുന്നു. ആ കേസ് ഇപ്പോഴും നടക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മതവിഭാഗത്തിനോട് മാത്രം ഒരു മൃദു സമീപനവും മറ്റു മതവിഭാഗങ്ങളോട് ഒരു പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റവും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. 1-1.5 വർഷങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴയിൽ അവലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ എന്നുള്ള രീതിയിൽ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് ഇത്തരത്തിൽ ഒരു കൊലവിളി പ്രസംഗം നടത്തിയത്. അതിനെതിരെ വളരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നു. പക്ഷേ എന്താണ് ഉണ്ടായത്? ചെറിയൊരു കേസെടുത്തു എന്നുള്ളതല്ലാതെ അതിലൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇത് മറ്റൊരു മതവിഭാഗക്കാരനാണ് ചെയ്തിരുന്നെങ്കിലോ? അവിടെയാണ് പ്രശ്നം. ഒരു മതവിഭാഗത്തിന് മാത്രം അവർ നിരന്തരം ഇത്തരത്തിൽ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് യാദൃച്ഛികമാണ് അല്ലെങ്കിൽ ഒരു പിഴവ് കാരണം പറ്റിപ്പോയതാണ് എന്ന് ന്യായീകരിക്കുമ്പോൾ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? ചേർത്തലയിലെ സംഭവം നമുക്ക് അത്തരത്തിൽ എടുക്കാം, അതായത് ഒരു പറ്റിപ്പോയ ഒരു പിഴവായി നമുക്ക് കണക്കാക്കാം. പക്ഷേ മലപ്പുറത്ത് അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത്? മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, അവരൊക്കെ പലരും ഇത് തെറ്റാണെന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട കുറേ എണ്ണമുണ്ട്. അതായത് അവർ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജനിച്ചത് എന്ന് പോലും എനിക്കറിയില്ല. അത്തരത്തിലുള്ള മനുഷ്യൻ്റെ സാധാരണ യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തി ഈ വിവാദത്തെ ആളിക്കത്തിക്കാനാണ് അവരൊക്കെ ശ്രമിച്ചത്.
അപ്പോൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതൊന്നും യാദൃച്ഛികമായി ഉണ്ടാകുന്നു എന്നും നമുക്ക് കരുതാൻ കഴിയില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മതസ്പർദ്ധ വളർത്തുകയോ മറ്റു മതവിഭാഗങ്ങളെ അവഗണിക്കാനോ അല്ലെങ്കിൽ അവരെ അവഹേളിക്കാനോ അല്ല ഇക്കൂട്ടർ ഇത് ചെയ്യുന്നത്. ഇത് അവരുടെ കടയുടെ പരസ്യത്തിന് വേണ്ടി, അവരുടെ സ്ഥാപനത്തിൻ്റെ പരസ്യത്തിന് വേണ്ടി മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ചേർത്തലയിൽ ഒരു സംഭവം ഉണ്ടായി, ഉടമകളെ അറസ്റ്റ് ചെയ്തു, ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. രണ്ടാമത് വീണ്ടും ഒരു സംഭവം ആവർത്തിച്ചു, അവിടെയും ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത്. ഇത് വീണ്ടും വീണ്ടും പ്രചോദനമാണ് ഇത്തരക്കാർക്ക്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടുള്ള ഒരു കാര്യമല്ല. ഏതൊരു മതവിഭാഗമായിരുന്നാലും ആ മതവിഭാഗത്തെ ഇത്തരത്തിൽ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ ഇത് 1-2 വർഷങ്ങളായി തുടങ്ങിയ കാര്യമല്ല. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രം, അതായത് ഹൈന്ദവ മതവിഭാഗത്തിനെ മാത്രം അവഹേളിച്ചുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് ഇത്തരത്തിൽ പല പ്രസ്താവനകളും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തോ ഒരു ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരുത്തൻ, അയാളൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരു മതവിഭാഗം അയാളെ എന്താണ് ഈ ഹൈന്ദവർ ചെയ്തത് എന്ന് എനിക്കറിയില്ല. അയാളൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അയാളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വർഗീയവാദികളെ, ഈ മറ്റ് മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്നത് ഈ ശ്യാംകുമാറിനെ പോലെയുള്ളവരാണ്. ഇവരെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ കേരളം ആയതുകൊണ്ട് എന്തും നടക്കുമല്ലോ, എന്തും നടക്കും. കാരണം കേരളം എന്ന് പറയുമ്പോൾ ഇവിടെ നവോത്ഥാനത്തിൻ്റെ നാടാണ്, അതുകൊണ്ട് എന്തും നടക്കും. ഇപ്പോൾ നവോത്ഥാനം നടന്ന് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി സാധാരണക്കാർക്ക്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം വീട്ടിലെത്തിയാൽ ഭാഗ്യം, ആ അവസ്ഥയിലേക്ക് കേരളം എത്തി. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെട്ടാൽ അത് യാദൃശ്ചികമായിട്ടല്ല, മറിച്ച് മനഃപൂർവ്വമായി വ്യക്തി താല്പര്യത്തിനു വേണ്ടി, കടയുടെ സ്ഥാപനത്തിൻ്റെ പരസ്യത്തിനു വേണ്ടി അവരവർ ചെയ്യുന്നതാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. അതിനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടിയും വരും.